അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പം അത് കുട്ടികളും കൂടി ചേർന്ന് ഞങ്ങൾ 3 പേരും കൂടിയാണ് ക്ലീൻ ചെയ്തത്. കൂടുതലും ക്ലീൻ ചെയ്തത് വിളക്ക് കത്തിക്കുന്ന ഭാഗമൊക്കെയായിരുന്നു. അപ്പോൾ അതിനാദ്യമായിട്ട് തറയെല്ലാം തുടയ്ക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ തുടയ്ക്കുന്ന സാധനമല്ലേ, തുടയ്ക്കുന്ന മോപ്പ് എടുത്തിട്ട് ഞങ്ങളൊന്ന് വെള്ളത്തിൽ മറ്റേ സോപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് മുക്കി നല്ലപോലെ കല്ലിലിട്ട് ഉരച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് വേറൊന്നും കൊണ്ടല്ല, അതിൽ മുടിയും നേരത്തെ തുടച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം കഴുകി വെച്ചിരുന്നില്ല. അപ്പോൾ 2 മോപ്പ് എടുത്താണ് കഴുകിയത്. 2 കൂടെ കഴുകി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് 2 കൂടി കഴുകിയാണ് വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഉണക്കാനായിട്ട് കൊണ്ടുവച്ചു. കുറച്ച് നേരം വെള്ളം ഒന്ന് തോരാനായിട്ട്, ആ വെള്ളം എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് വെള്ളം തോരാനായിട്ട്. അതിനുശേഷം ഞാൻ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം കേട്ടോ. അത് നമുക്ക് വൃത്തിയാക്കി എടുക്കണം ഇവിടെ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ആ സാധനങ്ങളെല്ലാം താഴത്തേക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അവിടെ മൊത്തം തുടച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തു. കാരണം നമ്മൾ ഏറ്റവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണല്ലോ. അവിടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അവിടെ മാത്രമല്ല നമ്മുടെ വീട് മൊത്തത്തിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അപ്പം ഞാനതെല്ലാം വൃത്തിയാക്കി. അവിടെ തുണിയായിരുന്നു വിരിച്ചിരുന്നത്, അതെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാൻ വേറെ സാധനമാണ് ചെയ്യുന്നത്. ചിലവ് കുറഞ്ഞ് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അത് മാറ്റി പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു തുണിയായിരുന്നു വിരിച്ചിരുന്നത്. അതെല്ലാം മാറ്റി മുകളിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഞാൻ മൊത്തത്തിൽ മുകളിൽ അതിൻ്റെ തട്ട് ഇത് പോയി കേട്ടോ. ഈ വിളക്ക് കത്തിക്കുന്ന അവിടെ പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇനി അതെല്ലാം റെഡിയാക്കി എടുക്കണം. ഇനി അല്ലെങ്കിൽ പുതിയത് മാറ്റി വാങ്ങിക്കണം. അതിപ്പോൾ തൽക്കാലം നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനവിടെ വൃത്തിയാക്കി, ഒന്ന് നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കിയായിരുന്നു. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാം. നമ്മുടെ കുട്ടികളുടെ സാധനം ഉണ്ടല്ലോ, കുട്ടികളുടെ ബുക്ക് പൊതിയുന്ന നമ്മുടെ ബ്രൗൺ പേപ്പർ ഇട്ടിട്ട് ഞാനപ്പോൾ ഒരു മറ്റേ കളറ് ബ്രൗൺ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് നല്ലൊരു ഇതായിട്ട് തോന്നി. അതവിടെ ഒട്ടിച്ചു. എന്നിട്ട് എല്ലാം റെഡിയാക്കി. അത് ഞാൻ വേസ്റ്റെല്ലാം വാരിക്കളഞ്ഞു കൊടുത്ത് അതിന് ശേഷം ഹാളെല്ലാം തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ സെറ്റിയെല്ലാം മാറ്റിയിട്ട്, അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീണ് കിടക്കും. പിള്ളേരുള്ളതല്ലേ, പിള്ളേരിങ്ങനെ മിഠായി കൊടുത്ത് അതിൻ്റെ കടലാസ് അത് ഇതൊക്കെ. അപ്പോൾ ദിവസം അതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ തൂത്ത് പോകത്തേ ഉള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടൊന്നും തൂക്കത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ചെപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം തൂത്ത് മാറ്റി എല്ലാം അവിടെ ക്ലീനാക്കാനുള്ള എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ വേസ്റ്റും, ഞാനൊരു വേസ്റ്റ് ബിന്നുണ്ട്, അതിലേക്കെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ പുൽത്തൈലമാണ് ഒഴിച്ചത്. വെള്ളത്തിൽ പുൽത്തൈലം ഒഴിച്ചിട്ട് തുടച്ചു. നന്നായിട്ട് ഹാളും എല്ലാ സ്ഥലവും ഉണ്ടായിരുന്നു. ഈ ഉത്സവം കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇട്ട് തരാം. പിന്നെ തുണി നനച്ചിട്ടിട്ടാണ്, അത് നനച്ചെല്ലാം വിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് മോള് വന്ന്, മോളാണ് വിളക്ക് കത്തിക്കുന്നത്, മൂത്ത ആളാണ് വിളക്ക് കത്തിക്കുന്നത്. അവൾ വിളക്ക് കത്തിക്കാനെല്ലാം തയ്യാറായി. അപ്പം അവിടെ വിളക്ക് കത്തിച്ചതിന് ശേഷം ഭഗവാന്റെ ലൈറ്റെല്ലാം ഓണാക്കിയതിന് ശേഷം അവിടെ പുറത്തൊരു തുളസി ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടിയിലാണ് വെച്ചത്. തുളസി തറയായിട്ടല്ല, ചെടിച്ചട്ടിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ താഴെ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഞ്ഞി കൃഷ്ണനെയും കൂടി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ കത്തിച്ചതിന് ശേഷം പുകയ്ക്കാനുള്ള സാധനമാണിത്. അപ്പോൾ അതും പുകച്ച് അകത്തേക്കെല്ലാം നല്ല മണമാണ് കേട്ടോ. അപ്പോൾ അതും പുകച്ച് ഞങ്ങൾ